നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടക ഷിരൂരിനടുത്ത് അങ്കോളയിൽ മലയിടിച്ചിൽ പെട്ടുവെന്ന് കരുതുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടി തെരച്ചിൽ 8ാം ദിവസം തുടരുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം തുടരുന്നത്. 90% മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താനായിട്ടില്ല. ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചും തെരച്ചിൽ സജീവമാക്കിയിട്ടുണ്ട്. അർജുന്റെ അപകടവും രക്ഷാപ്രവർത്തനവും മലയാളികളുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ് ഒരു പോസ്റ്റ്. അപകടത്തിന്റെ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും സാധ്യതകളും എല്ലാം വിശകലനം ചെയ്തുള്ള ഒരു കുറിപ്പാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ, അതായത് നാറ്റ്പാക്കിലെ റോഡ് സേഫ്റ്റി ഓഡിറ്ററായ സുബിൻ ബാബുവാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ് വളരെ വലുതാണ്. അതിലെ എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല. ചില പ്രസക്ത ഭാഗങ്ങൾ ചർച്ചയാവുകയാണ്. അത് വായിക്കാം. ഷിരൂർ ഗംഗാവലി എഴുതാൻ പലതവണ എടുത്തിട്ടും ഒഴിവാക്കിയതാണ്. എങ്കിലും നിലവിലെ ചർച്ചകളും ഫേസ്ബുക്ക് ബഹളവും കണ്ടിട്ട് എഴുതാതെ പോകാൻ വയ്യ. ഈ മലയുടെ ഏതാണ്ട് 190 മീറ്റർ മുകളിൽ നിന്നുമാണ് മഴയിൽ കുത്തനെ മലയിടിച്ചിൽ നടന്നത്. ശരവേഗത്തിൽ ടൺ കണക്കിന് പാറയും വെള്ളവും മൺകൂനയും അതിശക്തമായി പതിച്ചു. ഏതാണ്ട് 150ഓളം പുതിയ റോഡിനെ മൂടിക്കൊണ്ട് താഴത്തെ റോഡ് മുറിച്ചുകൊണ്ട് നദിയിലേക്ക് പതിച്ചു. ഒപ്പം 17,500 കിലോ LPG ലോഡുമായി വന്ന് ആ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഏതാണ്ട് 22 ടണ്ണോളം വരുന്ന 2 ബുള്ളറ്റ് ടാങ്കറുകൾ അടിച്ചു തെറിപ്പിച്ചു നദിയിലേക്ക് എറിഞ്ഞു. നദിയിൽ ഏതാണ്ട് 5 മീറ്ററോളം പൊക്കമുള്ള ഒരു കൂനയും ഉണ്ടാക്കി. ഇതാണ് വാക്കുകളിൽ പറഞ്ഞാൽ ഏതാണ്ട് ആ മലയിടിച്ചിലിന്റെ തീവ്രത. ടാങ്കറുകൾ കണ്ടെടുത്തപ്പോൾ ആ ഭാഗത്തെങ്ങും ലോറി കണ്ടില്ല എന്നതാണ് ലോറി ഒലിച്ചുപോയില്ല എന്ന നിഗമനത്തിലേക്കുള്ള ഏക ചൂണ്ടുവരൽ. ആർക്കും ഉറപ്പ് പറയാനാകില്ല കണ്ടെത്തുന്നതുവരെ. നീളം കുറഞ്ഞ ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടി മുറുക്കിയതാണ് വാഹനത്തിലെ ലോഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് വണ്ടിയുടെ ലോഡും വണ്ടിയുടെ ബ്രാൻഡും പറഞ്ഞ് അമിതമായി പൊലിപ്പിക്കരുത്. പിന്നെ അടുത്തത്, മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല എന്നതും മനാഫിനെ ക്യാമറാമാനും ഒക്കെ പോലീസിന്റെ വക പിടിച്ചുതള്ളി കിട്ടിയതും. അതേപറ്റി പറഞ്ഞാൽ കേരളത്തിൽ ഒരു സെൻസിറ്റീവ് വിഷയം നടന്നാൽ അന്യ സംസ്ഥാനങ്ങളുടെ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇത്രയും അപകട സാധ്യത ഉള്ളിടത്ത് പൊതുജനത്തെയോ മാധ്യമത്തെയോ സ്വതന്ത്രമായി വിടാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. അവിടുത്തെ സെൻസിറ്റീവ് വിഷയങ്ങൾ കേരളത്തിൽ വലിയ വാർത്തയാകുന്നത് അറിഞ്ഞുകൊണ്ട് അവർ അനുവദിക്കുമോ? ഇല്ല. നമ്മൾ പ്രബുദ്ധരെന്നല്ലേ സ്വയം പറയുന്നത്. നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ? ഇല്ല. എന്ത് വില കൊടുത്തും അവരെ തടയും. അത് അവിടെയും നടന്നു. അവർ വെച്ചേക്കുന്ന കൺട്രോൾ ലൈൻ മറികടക്കാൻ നോക്കിയപ്പോൾ അവർ ബലം പ്രയോഗിച്ചു. പിന്നെ അല്പം നയപരമാകായിരുന്നു. പക്ഷേ അത് അവിടെയുള്ള നിയമപാലകരുടെ സ്വഭാവം പോലെ ഇരിക്കും. അല്ലെ അവിടുത്തെ തർക്ക സാഹചര്യം പോലെ ഇരിക്കും. രഞ്ജിത്തിനോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അതിലെന്താണ് തെറ്റ്? അങ്ങനെയെങ്കിൽ ആരെയും കയറ്റി വിട്ടുകൂടെ? ഇനി ഇതുപോലെ എല്ലാരെയും കയറ്റി വിട്ട് പെട്ടെന്നൊരു ആപത്ത് വന്നാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവർ ചെയ്തത് ശരിയെന്ന് ചർച്ച നടത്തുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നേരെ തിരിച്ചു പറയും, വാദി പ്രതിയാകും. അതാണ് നമ്മൾ. ഇവിടെ പോലീസുകാർ എന്തെങ്കിലും തർക്കത്തിന് ജനം ലൈവ് റെക്കോർഡ് ചെയ്താൽ ഉടനെ മൊബൈൽ കാക്കിയുടെ ബലത്തിൽ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന സംഭവം എത്രയോ ഉണ്ട്. ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ ഞാനും ആദ്യം ഈ സ്ഥലം കൺട്രോൾ ലൈൻ ഫിക്സ് ചെയ്ത് പ്രവേശന വിലയ്ക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകും. ഇവിടെ മീഡിയ ഇത് നല്ലപോലെ പൊലിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. നഷ്ടം ആ കുടുംബത്തിന്. പിന്നെ ഡ്രൈവർ ആയാലും ഒരു ജീവി ആയാലും എല്ലാം ജീവന് വിലപ്പെട്ടതാണ്. ഒരു വയലൻസ് സീനിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ ഉദ്യോഗസ്ഥന് വാക്കുകൾ പിഴച്ചതാകാം. എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെ. നമുക്കത് കേട്ടറിവ് മാത്രമാണ്, തെളിവില്ല എന്നതും യാഥാർത്ഥ്യം. മലയാളികൾ ഇതിനെ വല്ലാണ്ട് ഓവറാക്കുന്നു. പ്രകൃതി പിണങ്ങിയാൽ വലിയ ആപത്തുകൾ ഉണ്ടാകും. എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും ചന്ദ്രനിൽ നമ്മൾ പോകുന്ന ടെക്നോളജി ഉണ്ടായാലും ശരി, മണ്ണിനടിയിൽ വെള്ളത്തിനടിയിൽ എത്തിപ്പെടുന്നത് ഏറെ ശ്രമകരം തന്നെ. ആമേഴ്ജാൻ തോടിൽ വീണ ജോയ് ചേട്ടനെ നമ്മൾ രാവും പകലും ഒരു മനസ്സോടെ തപ്പി മലയാളി പൊളിയാണെന്ന് പറയുമ്പോഴും ഓർക്കുക, നമ്മൾ കണ്ടുപിടിക്കാൻ പരമാവധി ശ്രമിച്ചു, സത്യമാണ്. പക്ഷേ കണ്ടുകിട്ടിയതോ 3-ാം നാൾ. നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭാഗത്ത് ബോഡി പൊങ്ങിയ ശേഷം മാത്രം. അപ്പൊ നമ്മുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും പ്രൗഢമെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരേ മനസ്സോടെ നമ്മൾ നമ്മുടെ ഊഹം വെച്ച് പ്രവർത്തിച്ചു എന്നതാണ് സത്യം. ബോഡി കിട്ടി, അതോടെ തപ്പലും തീർന്നു, മാലിന്യവാരലും തീർന്നു. നമ്മൾ അടുത്ത വിഷയം തപ്പി ഓടി. അർജുൻ എന്ന സഹോദരൻ ജീവൻ തുടിപ്പോടെ മടങ്ങി വരുന്നത് കാത്ത് ഞാനും നിങ്ങളെ പോലെ ഇരിക്കുന്നു. ഈ വിഷയത്തിൽ ആദ്യ ദിവസങ്ങളിൽ അലംഭാവം ഉണ്ടായി എന്ന് പറയുമ്പോഴും അവിടുത്തെ രീതി നമ്മൾ കേരളവുമായി താരതമ്യം ചെയ്ത് നോക്കിയത് കൊണ്ടാണ്. ആദ്യ ദിവസങ്ങളിൽ കാലാവസ്ഥ തീരെ അനുകൂലമായിരുന്നില്ല. ആ സ്ഥലത്ത് തമ്പടിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. അത് കണ്ടിരുന്നാൽ ഒരുപക്ഷെ ജനങ്ങൾ തീവ്രത മനസ്സിലാക്കിയേനെ. ക്യാമറയുടെ ലിമിറ്റഡ് ഫ്രെയിമിൽ കണ്ട് തെറ്റായി വിലയിരുത്തരുത്. പിന്നെ ദുരന്ത നിവാരണത്തിൽ സാക്ഷരതയിൽ എന്നതുപോലെ തന്നെ അവർ നമ്മളെക്കാൾ അല്പം പുറകിലാണ് എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ള ലാൻഡ് സ്ട്രൈപ്പും അല്ല അവിടെ നടന്നത്. അതിഭീമമായ ഒന്നാണ്. അതിനേക്കാൾ അവിടെ പരിസ്ഥിതി ലോലമായതുകൊണ്ട് റിക്കവറി ഏറെ ശ്രമകരം, സമയം കവരുന്നതുമാണ്. അതേസമയത്ത് നിർത്തിവെക്കുന്നത് ഇതൊക്കെ കൊണ്ടാകാം. ഏതായാലും ഇപ്പോൾ ഈ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്.